ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വണ്ടി എത്തിയിരിക്കുകയാണ്. KTM 390 അഡ്വഞ്ചർ ആണ് ആ വണ്ടി. ഇത് ഒരു 2021 ഒക്ടോബർ മോഡലാണ്. ഹാർഡി 12,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഞാൻ എടുക്കുമ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പ്രീവിയസ് ഓണർ ആകെ ഹൈവേസിൽ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഞാനൊരു 2 മാസത്തിന് മേലെ 390 അഡ്വഞ്ചർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും OLX-ലൊക്കെ ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ഈ വണ്ടി ഒന്ന് പെട്ടത്. വണ്ടി പോയി നോക്കി, ഒരു ടെസ്റ്റ് റൈഡ് എടുത്തു, വണ്ടി ഇഷ്ടപ്പെട്ടു, അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് പോരാ ചെയ്തത്. പിന്നെ പലർക്കുള്ളൊരു ചോദ്യം ഉണ്ടാവും, വൈ KTM എന്നുള്ളത്. ഹോണ്ട ഹൈനസിൽ നിന്നൊരു NX 500 മാറിയാലോ എന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബൈക്കിൻ്റെ പ്രൈസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഓൾമോസ്റ്റ് 7,80,000 റുപ്പീസ്. എനിക്കെന്തോ ആ ഒരു പ്രൈസ് തീരെ ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നുന്നില്ല. വണ്ടിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, വണ്ടി അടിപൊളി തന്നെയാണ്. ആ ഒരു പ്രൈസിന് പുറത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഹൈനസ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആവുകയാണ്. 4 ഇയേഴ്സ് 10 മന്ത്സ് കഴിഞ്ഞു. ഞാൻ കുറച്ച് കാലമായി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ എൻ്റെ റൈഡ്സ് കൂടുതലും ഹൈവേസിൽ തന്നെയാണ്. സിറ്റി യൂസ് എനിക്ക് വളരെ മിനിമലാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു അപ്ഗ്രേഡ് നോക്കുമ്പോൾ ഒരു അഡ്വഞ്ചർ ടൂറർ വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപ്ഗ്രേഡ് നോക്കിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹിമാലയൻ 450 ആയിട്ട് നാട്ടിൽ പോകുന്നത്. ആ വണ്ടിയും കൂടി ഓടിച്ച് തിരിച്ച് ഞാൻ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈനസ് ആയിട്ട് ഇമോഷണലി അങ്ങോട്ട് എവിടെയും എത്താൻ പറ്റാത്തൊരവസ്ഥയായി തുടങ്ങി. അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഹൈനസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും സിറ്റി കമ്മ്യൂട്ട്സ് ആണ്. ഇനി അതല്ല ഹൈവേ റൈഡ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു 90, 100 മാക്സിമം 110 ഒക്കെ ആയിട്ട് പിടിച്ച് ഇങ്ങനെ സമാധാനത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാവുന്ന ഒരു വണ്ടിയാണ്. ഹോണ്ട ഇസ് ഹോണ്ട, അത് പറയാനേ വേണം. പിന്നെ ഹോണ്ട വെച്ച് നോക്കുമ്പോൾ KTM-ന് സർവീസും ഇത്തിരി കൂടുതലാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് റീസെൻ്റ്ലി ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ജനറൽ സർവീസ് മാത്രമാണ് ചെയ്തത്. ജനറൽ സർവീസ് നിന്ന് മാറി ആകെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർക്ക് ഓയിൽ റീപ്ലേസ് ചെയ്തതാണ്. ഒരു ജനറൽ സർവീസും ഫോർക്ക് ഓയിൽ ചേഞ്ചും കൂടെ ഓൾമോസ്റ്റ് എനിക്ക് 7,000 റുപ്പീസാണ് ആയത്. ഒരു ജനറൽ സർവീസ് മാത്രം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ KTM-ൽ ഓൾമോസ്റ്റ് ഒരു 5,000 to 5,500 എക്സ്പെക്ട് ചെയ്യാം. നേരെ മറിച്ച് ഒരു ഹോണ്ട ഹൈനസ് ആകുമ്പോൾ 3,000 to 3,500 മാത്രമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു അഡ്വഞ്ചർ ടൂർ സെഗ്മെന്റിലുള്ള വണ്ടിയാണ് വേണ്ടിയിരുന്നത്. ഈ ജനറേഷൻ 390 അഡ്വഞ്ചർ ഇറങ്ങിയ ടൈം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കറങ്ങി തിരിഞ്ഞൊരു യൂസ് 390 അഡ്വഞ്ചറിൽ എത്തിപ്പെടാണ് ചെയ്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് പർച്ചേസ്. എൻ്റെ ഹൈറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് 5 feet 5 ആണ്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 830 mm ആണ്. എന്നെപ്പോലെ ഷോർട്ട് റൈഡേഴ്സിന് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് വണ്ടി ഒന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഇത് ഭയങ്കര മാനേജബിൾ ആണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ നിന്ന് ആകെ വ്യത്യാസമുള്ളത് ഒരു ഹാൻഡിൽ ബാർ റേസർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തതല്ല, വണ്ടി എടുക്കുമ്പോഴേ ഉള്ളതായിരുന്നു. എനിക്കത് മാറ്റാനും തോന്നിയില്ല. അത് കുറേ കൂടി കംഫർട്ടബിൾ ആണ്, കുറേ കൂടി അപ്രൈറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം. ഒരു പക്ഷേ ഹാൻഡിൽ ബാർ റൈസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു വൈഡ് ഹാൻഡിൽ ബാർ ചെയ്താനെ. പക്ഷേ ദിസ് ഇസ് മോർ ദൻ എനഫ്. ലുക്സ് നീറ്റ്. സ്റ്റോക്ക് ഹാൻഡിൽ ബാർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ക്വൈറ്റ് കംഫർട്ടബിൾ ആണ്. ആകെ എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയിട്ടുള്ളതിൻ്റെ ഈ സ്റ്റോക്ക് മിറേഴ്സ് ആണ്. ഇത് ചിലപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വഴിയുണ്ട്. അതിന് വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലേറ്റസ്റ്റ് ജനറേഷൻ 390 അഡ്വഞ്ചറിൻ്റെ മിറേഴ്സിലേക്ക് സ്വിച്ച് ചെയ്താലോ എന്നുള്ളതാണ്. ഞാൻ ഹൈനസിൽ യൂസ് ചെയ്തിരുന്ന ഫോൺ മൗണ്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യാമറ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഇതിൽ മൗണ്ട് ചെയ്യേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കൊരു സെക്കൻഡറി ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. ഞാനപ്പോൾ ആ ഫോണാണ് എവിടെയും പോകുന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യാറുള്ളത്. ഫോണിൻ്റെ ക്യാമറ സെൻസർ അടിച്ച് കളഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 weeks കഴിഞ്ഞതേ ഉള്ളൂ. ഞാനങ്ങനെ കാര്യമായിട്ട് റൈഡ്സ് എവിടെയും പോയിട്ടില്ല. ഈ വരുന്ന ആഴ്ച ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ കാറിനാണ് പോകുന്നത്. എൻ്റെ അടുത്തൊരു 2006 മോഡൽ കൊറോളയുണ്ട്. അതിൻ്റെ 20 years ടെസ്റ്റ് ആവാണ്. അപ്പോൾ അതിന് ടെസ്റ്റിന് നാട്ടിൽ കൊണ്ടുപോകണം. വൈബ്രേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര അനോയിങ് വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന 390 അഡ്വഞ്ചറിനേക്കാളും വൈബ്രേഷൻസ് കുറവാണ് ഈ ജനറേഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൈനസിൽ നിന്ന് 390 അഡ്വഞ്ചറിലേക്ക് എത്തിയപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഉറക്കുമ്പോഴേക്കും 80-90 നമ്മൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ വണ്ടിയുടെ പ്രീവിയസ് ഓണർ അങ്ങനെ കൈ കൊടുത്ത് വണ്ടി ഓടിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ആ ഒരു പാറ്റേണിൽ സെറ്റാണ്. അതുകൊണ്ട് കൈ കൊടുത്ത് വണ്ടിയെ നമ്മളൊന്ന് ശീലിപ്പിക്കണം. വണ്ടി അങ്ങനെ തുറന്നോടിച്ച് ശീലമില്ലാത്തൊരു വണ്ടിയായതുകൊണ്ട് അവനൊരു കൈ കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, ഇത് എന്താ ഇങ്ങനെ എന്നുള്ളതൊക്കെ. വണ്ടി എടുത്തൊരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിൻ്റെ റെയർ ഷോക്ക് ഭയങ്കര സ്റ്റിഫാണ്. ഞാൻ ആദ്യം കരുതിയത് ഈ ഷോക്ക് എന്തോ കംപ്ലൈൻ്റ് ആയതാണെന്നാണ്. അങ്ങനെ KTM-ൽ സർവീസിന് പോയപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. അതായത് 2021 to 2023 വരെ ഇറങ്ങിയിരുന്ന ഈ ഒരു ജനറേഷൻ 390 അഡ്വഞ്ചറിൻ്റെ റെയർ ഷോക്ക് അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. അതിനാകെ ഒരു പരിഹാരമുള്ളത് ഈ ജനറേഷനിൽ ലാസ്റ്റ് ഇറങ്ങിയ റാലി എഡിഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് റെയർ ഷോക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അതിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അത് ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിന് പ്രൈസ് നിയർലി ഒരു 7,000 റുപ്പീസാണ് വരുന്നത്. ഇപ്പോൾ ഈ റോഡൊക്കെ കണ്ടു പൊളിഞ്ഞ് കിടക്കുക. ഹൈനസൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ കൈ കൊടുത്ത് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ചുമ്മാ എണീറ്റ് നിൽക്കുക, കൊടുത്ത് അങ്ങോട്ട് പോവാം. പക്ഷേ എൻ്റെ മെയിൻ പർപ്പസ് ഹൈവേ റൈഡ്സ് തന്നെയാണ്. കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടൊരു വണ്ടി, അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സീറ്റിംഗ് കംഫർട്ട് ചോദിക്കുകയാണെങ്കിൽ കുറേ കൂടി അത് ഹാർഡർ സൈഡാണ്. ഹൈനസിൻ്റെ സീറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി വൈഡറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
എനിക്ക് അങ്ങനെ ഒരു നംനെസ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ again ഞാൻ പറഞ്ഞു അധികം ലോങ് ഒന്നും പോയിട്ടില്ല. ഈ ഇട്ടാവട്ട ഓട്ടം വെച്ച് നോക്കുമ്പോൾ ഹൈനസിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അത് ലോങ് ഡിസ്റ്റൻസിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അറിയിക്കുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് അതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ. നമ്മൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിച്ച് പോകുന്ന സമയത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ പുതിയ 390 അഡ്വഞ്ചർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.